ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എൽ ജിയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മും അതുപോലെ തന്നെ ലിൻഡ് ഫിൽറ്ററും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതാദ്യം ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഡ്രമ്മിൽ അങ്ങനെ കാണുമ്പോൾ അതിന് അഴുക്കുകളൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ അരികിലൂടെ മാത്രമേ ഉള്ളൂ അത്യാവശ്യം അഴുക്കുകളുള്ളൂ. 45 വാഷിംഗ് ടൈം കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ലിൻഡ് ഫിൽറ്റർ. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഡ്രമ്മിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇതിലൂടെ വരും. ഇതിൽ അത്യാവശ്യം അഴുക്കുകളുണ്ട് കേട്ടോ. കൈകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. വലിയ കട്ടി പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. നമുക്കിതിൻ്റെ അകത്തും അതുപോലെ തന്നെ അഴുക്കുകളുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ച് ഉരച്ച് ഇടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താൽ മതി. നമുക്ക് ഡ്രസ്സിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും കോയിൻസോ അതുപോലെ തന്നെ കല്ലോ അങ്ങനെ മുത്തോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷിംഗ് ടൈമിൽ അത് ഇവിടെ വന്നാണ് കേട്ടോ കിടക്കുന്നത്. നമുക്കിതും അതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അഴുക്കുകൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ബ്രഷൊന്നും വെച്ച് ഉരയ്ക്കേണ്ട വരുന്നില്ല. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഡ്രം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എൽ ജിയുടെ തന്നെ സ്കാൽഗോ എന്ന് പറയുന്ന ഒരു പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. ഇതിന് 899 രൂപയാണ് വരുന്നത് 300 ഗ്രാമിന്. ഇതിലൊരു 3 പാക്കറ്റുണ്ട്. ഞാനിതിൽ ഫസ്റ്റ് ടൈം ഒരു പാക്കറ്റിൻ്റെ പകുതി വരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പകുതി തന്നെ നമുക്ക് ഈ തവണയും യൂസ് ചെയ്യാം. ഇതിൽ 2 പാക്കറ്റും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എല്ലായിടത്തും എത്താൻ പാകത്തിന് ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് പ്ലഗ് ഓൺ ചെയ്ത് ടാപ്പ് ഓൺ ചെയ്യാം. ഇതിന് കൂടെ നമ്മൾ ഡ്രസ്സൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യണ്ട. പവർ ബട്ടൺ ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ ടബ് ക്ലീൻ എന്ന് പറയുന്ന മോഡിലാട്ടോ ഇത് കിടക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നത് 1 മണിക്കൂർ 33 മിനിറ്റുമാണ് ഇതിന് വരുന്നത്. അത് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്യാം. എന്നിട്ടിരുന്ന് വാഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഓഫായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഒരഴുക്കൊന്നും കാണാനില്ല കേട്ടോ. ഇതിൻ്റെ അരികത്തൊക്കെ ഇരുന്നതാണെങ്കിലും അതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.